വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്റ്റാർട്ട് സ്മാർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണഘടനയുടെ നാൾവഴികളെ പറ്റി പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടന നിയമനിർമ്മാണ സഭയെ പറ്റി നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഭരണഘടന നിയമനിർമ്മാണ സഭ. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന് 1946 ഡിസംബർ 6. ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ് 1946 ഡിസംബർ 9. 207 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 9 വനിതകളായിരുന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ആദ്യ സമ്മേളനത്തിന്റെ താത്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂട്ടന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂട്ടന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത്. HC മുഖർജി ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 208 സീറ്റും മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ള 15 സീറ്റ് ചെറിയ സഭയുള്ള സ്വതന്ത്രരും നേടി. ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്നത് 389 അംഗങ്ങളായിരുന്നു. അതിൽ 296 അംഗങ്ങൾ ആരായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളായിരുന്നു. 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 292 അംഗങ്ങൾ. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര്. പ്രിൻസിലി സ്റ്റേറ്റസ് അതായത് പാകിസ്ഥാൻ മെമ്പേഴ്സിൽ നിന്നും എത്ര പേരായിരുന്നു? 93. ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം 299 പേരായി ചുരുങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229ലേക്കും പ്രിൻസിലി സ്റ്റേറ്റസിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70ലേക്കും ചുരുങ്ങി. ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എത്ര പേരായിരുന്നു? 17 പേരായിരുന്നു. പക്ഷേ വിഭജനത്തിന് ശേഷം അതെന്തായി? എത്രയായി ചുരുങ്ങി? 15 വനിതകളായി ചുരുങ്ങി. 17 മലയാളി അംഗങ്ങളാണ് ഭരണഘടന നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടന നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3 പേരായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഭരണഘടന നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറി. ഫ്രാങ്ക് ആന്റണിയാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക് ആന്റണി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണ്? SN മുഖർജി. ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ പട്ടം A താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. അങ്ങനെ 5 പേരാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ. കൊച്ചിയിലെ ആകെ ഒരേ ഒരു മലയാളി അംഗം ഉണ്ടായിരുന്നുള്ളൂ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. മദ്രാസിൽ നിന്നും K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസ് UPയിൽ നിന്നും ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടർ ജോൺ മത്തായി. വനിതകളായിട്ട് 3 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രീൻ, മദ്രാസിൽ നിന്നും അമ്മു സ്വാമിനാഥൻ, മദ്രാസിൽ നിന്നും ദാശായണി വേലായുധൻ. ഈ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ഏത് സ്ഥലത്തിൽ നിന്നുണ്ടായിരുന്ന മലയാളി അംഗമായിരുന്നു? കൊച്ചിയിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗം ആരാണ് എന്നൊക്കെ ചോദിക്കാം. തിരുവിതാംകൂറിൽ നിന്നും ചോദിക്കാം,
വനിതകളിൽ നിന്നും ചോദിക്കാം. തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്ന മലയാളി വനിത ആരാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആരൊക്കെയാണ്, എത്ര പേരുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് നമ്മളിങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അടുത്തത് BN റാവു. ആരാണ് BN റാവു? ഭരണ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവാണ് ആര്? BN റാവു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനായിരുന്നു. മ്യാൻമാറിന്റെ ഭരണഘടന നിർമ്മാണ സഭയുടെ നിയമോപദേശകനായ ഇന്ത്യക്കാരനായിരുന്നു BN റാവു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപവൽക്കരിച്ചത് 1947 ജൂൺ 3-നാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയായിരുന്നു? ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ജൂലൈ 18-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം കൂടിയാണ് എന്ത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. 1957 മാർച്ച് 22-ന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത്. ഈ തീയതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ദേശീയ പതാകയെ അംഗീകരിച്ച വർഷം, തീയതി, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഓർത്തിരിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇനി അടുത്തത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാം. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആകെ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. നവംബർ 4, 1948 ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്? ആകെ 7 പേരാണുള്ളത്. ആ 7 പേരെയും പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പം ആദ്യത്തെ അംഗമാരാണ്? ഡോക്ടർ BR അംബേദ്കർ. രണ്ടാമത്തെ ആള് KM മുൻഷി. 3 മുഹമ്മദ് സാദുള്ള. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 5 N ഗോപാലസ്വാമി അയ്യങ്കാർ. 6 BL മിത്തർ. രാജിവെച്ചതിന് ശേഷം ആരായിരുന്നു? N മാധവ റാവു. അതും പഠിച്ചിരിക്കണം. 7 DP ഗെയ്താൻ. മരണശേഷം ആരായി? TT കൃഷ്ണമാചാരി. അങ്ങനെ 7 പേരാണ് എന്തിലുള്ളത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഇത് 7 പേരെയും ഓർത്തിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? അത് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര്? നസ്രുദ്ദീൻ അഹമ്മദ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഡോക്ടർ BR അംബേദ്കർ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും ആ കമ്മിറ്റിയുടെ ചെയർമാൻമാരെയും പറ്റി
പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ഷുവറായിട്ടൊരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഉണ്ടാവും. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റസ് കമ്മിറ്റി, ഈ 3 കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, മൗലികാവകാശം, ട്രൈബൽ കമ്മിറ്റി, ന്യൂനപക്ഷം, മൗലികാവകാശ ഉപദേശക കമ്മിറ്റി, ഇങ്ങനെ 5 കമ്മിറ്റിയിലും ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശം സബ് കമ്മിറ്റി, മൗലികാവകാശ ഉപദേശക ഉപകമ്മിറ്റി, ഈ 2 കമ്മിറ്റികളിലെയും ചെയർമാൻ ആരാണ്? JB കൃപലാനി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഈ 4 കമ്മിറ്റികളുടെയും ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ KM മുൻഷി. ക്രിഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ന്യൂനപക്ഷം സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജി. ഇനി ഇതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി എഴുതിയും കൈകൊണ്ട് വരച്ചുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒറിജിനൽ പതിപ്പ് ടൈപ്പ് ചെയ്തോ അച്ചടിച്ചതോ അല്ല. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് പാർലമെന്റ് ലൈബ്രറിയിൽ ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ പ്രേം ബിഹാരി നരേൻ റായ്സാദ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ. 1947 നവംബർ 17 സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചു. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കാർ. സെക്രട്ടറി ആരാണ്? HVR അയ്യങ്കാർ. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1948 ഫെബ്രുവരി 28. 11 സെക്ഷനുകളായി 165 ദിവസം അസംബ്ലി സമ്മേളിച്ചിരുന്നു. ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം ചോദിക്കാറുണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക 64 ലക്ഷം. 1949 നവംബർ 26 ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26 ചോദിക്കാറുണ്ട്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവച്ചു. ആകെ 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവച്ചത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം 1930 ഇതേ ദിവസമാണ് ആഘോഷിക്കുന്നത്? പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ജനുവരി 26 ദിനമായിട്ട് തിരഞ്ഞെടുത്തത്, റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും അതായത് ആർട്ടിക്കിൾസും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം
പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിൽ. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ചില അനുച്ഛേദങ്ങൾ നിലവിൽ വന്നിരുന്നു. 1949 നവംബർ 26-ന് ഈ ആർട്ടിക്കിളൊക്കെ നിലവിൽ വന്നിരുന്നു. ബാക്കി വകുപ്പുകൾ നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 26-ന് ആണ്. ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഇത്രയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ പറ്റിയിട്ടും ഇന്ത്യൻ ഭരണഘടന എന്ന് നിലവിൽ വന്നു എന്നതിനെ പറ്റിയിട്ടും ഉള്ളത് ഉണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയാണ് നോക്കുന്നത്. ഇതുവരെ ഉള്ളത് എല്ലാവരും നന്നായി പഠിക്കണം. എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.